അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കുരുവട്ടൂരികളെ പരാമർശിക്കുകയുണ്ടായി. അവർ വാട്സപ്പുകളിൽ വന്നുകൊണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കേരളത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ മുഴുവൻ ആളുകളും ആ നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ആണ്. എന്നാൽ ഈ കുരുവട്ടൂരികൾ അതിനെ നിശിതമായി വിമർശിക്കുകയുണ്ടായി. അത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നുമല്ല, വാട്സപ്പിൽ അവരതിൻ്റെ സങ്കടം നിമിഷപ്രിയ രക്ഷപ്പെടാൻ പാടില്ല, രക്ഷപ്പെടുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ അതിൻ്റെ ഒരു അസ്വസ്ഥത അവർ ഒരുപാട് മെസ്സേജുകളിലൂടെ കരഞ്ഞു തീർക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ കേൾക്കണം, ഈ കുരുവട്ടൂരി സ്വമദ് എന്ന് പറയുന്ന മൗലവി പ്രസംഗിക്കുന്ന ഈ പ്രസംഗം. മാസത്തിൻ്റെ അവസാന വാരം നോക്കൂ നിങ്ങൾ, എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച? ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും. അദാബ് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ അപകടം വരൽ മാത്രമല്ല, അതൊക്കെ ചെറുതാ. ഹുസൈനാരെ പറയാൻ പാടില്ല, ഹുസൈനാരെ വിളിക്കാൻ പാടില്ല, ഹുസൈനാരുമായി ബന്ധപ്പെട്ട മജ്ലിസ് പാടില്ല എന്ന് ഈ ഉമ്മത്തിൽ പറഞ്ഞവർ, അവർക്ക് കിട്ടിയ ശിക്ഷ നോക്കൂ നിങ്ങൾ. മാസം അവസാനമാകുമ്പോഴേക്കും ഗ്രാൻഡ് ക്രിമിനലായിട്ടുള്ള ഒരു പെണ്ണിനെ ഏറ്റി നടക്കേണ്ട ഗതി. ആകെ നോക്കൂ നിങ്ങൾ എവിടെ എത്തിയതിൻ്റെ കാര്യങ്ങൾ. കേട്ടല്ലോ, എത്രമാത്രം അപകടകരമായ വാദമാണ് ഇയാൾ പറയുന്നത്. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല, ഇവരെ ആരും മുസ്ലിമീങ്ങൾ പറയാൻ ഏൽപ്പിച്ചിട്ടുമില്ല. എന്നാൽ നിമിഷയുടെ വിഷയത്തിൽ കേരളത്തിലെ പണ്ഡിതന്മാർ വളരെയധികം ശക്തിയോടെ പറഞ്ഞു, ആ സഹോദരിയെ രക്ഷപ്പെട്ട് കിട്ടണം. അവിടെ മതം നോക്കിയിട്ടല്ല, അവിടെ പാർട്ടി നോക്കിയിട്ടല്ല, മനുഷ്യൻ എന്ന ഒരു പരിഗണന കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ എല്ലാ നല്ല ജനങ്ങളുടെയും ആവശ്യമാണ്. ആ ആവശ്യം പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി ഖാസിമി അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കുക. ഒരു പെണ്ണ്, നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകരന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാ. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം, അവിടെയും പ്രശ്നം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? ഞാൻ നിമിഷപ്രിയയുടെ കൂടെയല്ല ഓളെ കൊന്നോട്ടെ. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ. അയ്യയ്യേ, എന്താ ഈ മനുഷ്യന്മാർക്ക്? അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു വെക്കുക, എന്നിട്ട് നമ്മോട് അപേക്ഷിച്ചാൽ എന്താ? ഭരണാധികാരി ശിക്ഷ നടപ്പിലായിക്കോട്ടെ, പൊതുജനത്തിന്റെ ബാധ്യത എന്താ? വിട്ടുകൊടുക്കുന്ന അറിയാനല്ലേ? ആണോ അല്ലേ? അത്ര എന്തെങ്കിലും വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽബിൽ എന്തില്ല? റഹ്മത്ത് എന്ന സാധനം ഇല്ല. ഇതാണ് പണ്ഡിതധർമ്മം. റഹ്മത്തുള്ളാഹി ഖാസിമി അത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. മനുഷ്യന്മാർ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുകയല്ല വേണ്ടത്, പരസ്പരം അടുപ്പിക്കുന്ന, സൗഹാർദ്ദത്തിൽ പോകുന്ന, സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് മാനവികതയുടെ വിസ്മയം സൃഷ്ടിക്കാൻ പണ്ഡിതന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പിന്നെ ഈ സമൂഹത്തോട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത്തരത്തിലുള്ള കപടവേഷധാരികളായ ഈ സ്വമദിനെ പോലെയുള്ള ആളുകളെ നാം തിരിച്ചറിയുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുക. മാനവികതയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും കൈകോർക്കുക.